ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം. അബണ്ടൻസ് അബണ്ടൻസിന്റെ എനർജിയാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. പോസിബിലിറ്റീസ്, പാസ്റ്റ് ലൈഫ്സ്, കറേജ്, പാർട്ടിസിപ്പേഷൻ, നത്തിങ്നെസ്. ബോട്ടം വന്നിട്ടുള്ളത് പേഷ്യൻസ് ആണ്. നമുക്ക് ഈ ഒരു ഈ ഡക്കിൽ നിന്നുള്ള കൂടി നമുക്ക് ഗൈഡൻസിന് എടുക്കാം. സോൾമേറ്റ്സ്, ബ്രീത്ത്, ബിറ്റ്വീൻ വേൾഡ്സ്, നമുക്ക് കൂടി കാട്ടെടുക്കാം. നമുക്ക് എന്താണ് ഇന്നത്തെ എനർജി, ഇന്നത്തെ ഗൈഡൻസ് ആണ്. ജൂപ്പിറ്റർ അബണ്ടൻസിന്റെ എനർജിയാണ് കേട്ടാ. ഇതില് ആൾറെഡി ആദ്യം ഒരു അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. സെയിം വീണ്ടും ഒരു എനർജി വന്നിട്ടുണ്ട് അബണ്ടൻസിന്റെ. അപ്പോ നിങ്ങൾക്ക് ഇന്ന് ധനധാന്യ സമൃദ്ധി എന്നാണ് പറയുന്നത് കേട്ടാ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇഷ്ടം പോലെ പൈസ വരട്ടെ എല്ലാവർക്കും. അപ്പൊ നമുക്ക് പൈസ ഒരു ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ. നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് പൈസയാണ്. നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തും നമ്മളിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ. നമുക്ക് എല്ലാ കാര്യം മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത് പൈസ നമ്മുടെ കയ്യിലുള്ളപ്പോഴാണ്. അപ്പൊ എന്തായാലും അത് ഉണ്ടാകട്ടെ. രണ്ട് കാർഡ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ വളരെ സന്തോഷം. പ്രോഗ്രഷൻസ് ആണ് വന്നിട്ടുള്ളത്. ജേണി, യാത്രകളാണ്. ബോട്ടം വന്നിട്ടുള്ളത് സാജിറ്റേറിയസ് ആണ്. എക്സ്പാൻഡ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് അബണ്ടൻസ് ആണ്. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എനർജി ഇതാണ് കേട്ടോ ഇന്നത്തേല്. കാരണം വീണ്ടും ഒരു ജൂപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴം എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. അത് അബണ്ടൻസ് ആണ് അതും വന്നിട്ടുള്ളത്. സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങൾ ഇതിനോടകം തന്നെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം തുറന്നത് സ്വീകരിക്കാൻ മാത്രമേ വേണ്ടി ബാക്കിയെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. നല്ല സ്നേഹവും ആരോഗ്യവും അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ സമൃദ്ധിയാണ്. അബണ്ടൻസ് എന്ന് പറയുന്നത് ധനധാന്യ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും. ധാരാളം ബിസിനസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. പിന്നെ ചിലപ്പോൾ പാസ്റ്റിൽ ഏതെങ്കിലും പൈസ നിങ്ങൾക്ക് കിട്ടാണ്ടെങ്കിൽ ആ ഒരു പൈസയൊക്കെ നിങ്ങളിൽ ഇന്നത്തെ ദിവസം വരും എന്ന് കാണുന്നുണ്ട്. പൊതുവേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഒന്നിൻ്റെയും കുറവില്ല. മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതലുള്ള അനുഗ്രഹങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക.
പിന്നെ പോസിബിലിറ്റീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതില് കുറേ വാതിലുകൾ നോക്കി നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ, ഏതെങ്കിലും സാധ്യതകൾ. കാരണം ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളിലൂടെയും ജീവിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ജോലിക്കായിരിക്കും കേട്ടോ, ഏതെങ്കിലും കുറേ ജോലികൾക്ക് ഇങ്ങനെ അയച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ജീവിക്കാൻ ഒരു മാർഗമില്ല, ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടായെങ്കിൽ എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു വാതിൽ അടയുമ്പോൾ 10 വാതിൽ ദൈവം തുറക്കും. അപ്പം അത് ദൈവം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്, നിങ്ങൾക്ക് വാതിലുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ തന്നെ അനന്തമായ സാധ്യതകളുണ്ട്, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്, നിങ്ങളത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇന്നത്തെ ദിവസം നിങ്ങൾ എനിക്കിത് പറ്റൂലെന്നോ അസാധ്യമാണെന്നോ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുക, പറയുകയും ചെയ്യരുത്. പുതിയ ആശയങ്ങൾ ആരെങ്കിലും പറയുമ്പോഴോ കാണുമ്പോഴോ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിലൊരു ഒരു ഐഡിയ വരുമ്പോൾ തന്നെ അത് സ്വീകരിക്കുക. ജീവിതം നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ അത്ഭുതത്തോടെ കാണാൻ ശ്രമിക്കുക. നമ്മളൊരു കുട്ടിയുടെ മനസ്സോടെ ഇരിക്കാൻ പറയുന്നില്ലേ, അതെന്തിനാണെന്നറിയാമോ? അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ധാരാളം നിങ്ങൾക്ക് അത്ഭുതപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം വരും എന്നാണ് കാണുന്നത്. പിന്നെ വന്നിട്ടുള്ളത് പാസ്റ്റ് ലൈഫാണ്. അപ്പൊ ഈ പാസ്റ്റ് ലൈഫ് നിങ്ങളുടെ പഴയ ജന്മവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിറ്റേഷനിൽ ഇരുന്നപ്പോൾ വന്നതായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഇന്ന് ചിലപ്പം റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പഴയ പാറ്റേണുകൾ നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പല ആൾക്കാരും നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള പല കാര്യങ്ങളും കൊണ്ടാണ് ഈ ഒരു ജന്മത്തിലേക്ക് നമ്മൾ വീണ്ടും വരുന്നത്. അപ്പൊ എപ്പോഴും മാക്സിമം തവണ ഈ റീഡിങ്സിൽ പറയാൻ ശ്രമിക്കാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളും ഹീൽ ചെയ്യണമെന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലും സെയിം പാറ്റേൺ നിങ്ങൾക്ക് ആവർത്തിക്കേണ്ടി വരും. സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ആവർത്തിക്കും. അത് ചിലപ്പോൾ ചില അപകടങ്ങളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂയോ ചില അസുഖങ്ങളോ ഒക്കെ നമ്മൾ ഹീൽ ചെയ്യുക. നമുക്കൊരു അസുഖം വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പാസ്റ്റ് ലൈഫിൽ ഒന്നും കൊണ്ടുവരുന്ന കാര്യമാണ് ഈ അസുഖമായിട്ട് നമ്മളിലേക്ക് വരണത്. പിന്നെ അതും പ്രത്യേകിച്ചും കുറച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നത് നമ്മളെ സോള് ക്യാരി ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപകടങ്ങളിൽ പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിക്കും വളരെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി ഉള്ള ആൾക്കാർ, ഇപ്പോൾ അത് ഈ ജന്മത്തിൽ നമുക്ക് വീണ്ടും അത് ചിലപ്പോൾ ജന്മനാൽ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ജനിച്ചേക്കാം. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇപ്പം എനിക്കതൊരു ജസ്റ്റ് ഒരു കാര്യം അത് പെട്ടെന്ന് പറയാൻ തോന്നി. കഴിഞ്ഞ ദിവസം എൻ്റെ സ്ഥിരം ഒരു ക്ലയൻറ്റിൻ്റെ ഇന്നൊരു പാസ്റ്റ് ലൈഫ് റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു, ആകാശിക് റെക്കോർഡ്. അപ്പോൾ അവിടെ കാലിനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു റീഡിങ്ങിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നൊരു കാര്യമാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നൊരു കാര്യമാണ് ഈ കാലിൻ്റെ ഇഷ്യൂ. അപ്പോൾ അടുത്ത ദിവസം അപ്പോൾ അവർ ആകാശിക് റെക്കോർഡ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആകാശിക് റെക്കോർഡ് എടുത്തപ്പം കൃത്യമായിട്ടും അതിൽ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു ഇഞ്ചുറി കൊണ്ടാണ് അത് ഈ ജന്മത്തിൽ അവർക്ക് ഈ ഒരു സെയിം കാര്യം സംഭവിച്ചതെന്ന്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലൊരു അപകടം സംഭവിച്ചു, അത് പൂർണ്ണമായും ഹീലാകാതെ, ഒരു വലിയ അപകടമായിരുന്നിരിക്കാം. അപ്പോൾ അത് പൂർണ്ണമായും ഹീലാകാതെ വീണ്ടും പുനർജന്മം എടുത്തപ്പോൾ, നമ്മൾ ഹീലാകാതെ പുനർജന്മം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു കാര്യം ഈ സോള് ക്യാരി ചെയ്യും. അടുത്ത ജന്മത്തിൽ വന്നപ്പോൾ സെയിം ആയിട്ട് ഇത് തന്നെ സംഭവിച്ചു. അപ്പോൾ കാലിന് ഇഷ്യൂ ആയിട്ടും ജനിക്കേണ്ടി വന്നു. അപ്പം ഈ ജന്മത്തിൽ അവർ കുറച്ച് സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ശരിക്കും അവർ ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ആളാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഈ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം നമുക്ക് പറയുമ്പോൾ തന്നെ ഇതാണ് പ്രശ്നം എന്ന് പറയുമ്പം നമ്മുടെ സോൾ അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം സോളിന് അറിയാം എന്താണെന്ന്. നമുക്ക് മാത്രം, നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് മാത്രം, നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റാതെ ഉള്ളൂ. പാസ്റ്റ് ലൈഫിൽ
ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ അത് നമ്മുടെ നമ്മളെന്ന് പറയുന്ന ആ ഒരു സോൾ പെട്ടെന്ന് നമ്മളിലുള്ള ഒരു സോൾ അത് സത്യമാണെന്ന് പറയും, ഇത് ശരിയാണെന്ന് മനസ്സിലാക്കും. ഈ മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞ് പതിയെ പതിയെ അത് ഹീലാകാൻ തുടങ്ങും. അപ്പോൾ ഒരു വലിയ കാര്യമായിരുന്നു കേട്ടോ അവളെ. അപ്പോൾ മാഡം എന്നോട് പറഞ്ഞത് ശരിക്കും വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അത് അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു വലിയ ആത്മീയ ഗുരുവാണ്. നമുക്ക് ഇങ്ങനെ നേരെ നോക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു ആത്മീയ ഗുരുവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, അങ്ങനെ ഒരു കാര്യം റിവീൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഹീലിംഗ് ചെയ്താൽ അത് ശരിയാവും. അപ്പോൾ ഞാൻ ഇതിപ്പം പറയാൻ കാരണം ഈ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന പല കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രസന്റ് ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത്, നന്മയായാലും തിന്മയായാലും. അപ്പോൾ നമ്മൾ നല്ലത് മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു ജന്മം നമുക്ക് തന്നിട്ടുള്ളത് ഇതെല്ലാം ഹീൽ ചെയ്ത് ഒരു ക്ലോഷറിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം തെറ്റുകൾ പുറത്തു കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കുള്ള അസുഖങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതാണ്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾക്ക് ചില വ്യക്തികൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അവരെയും ഹീൽ ചെയ്യുക, അവരെയും ബ്ലെസ് ചെയ്യുക. അവരോട് ഒരു വൈരാഗ്യം ഒന്നും പാടില്ല. അടുത്ത് കറേജാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ധൈര്യം എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഇതിൽ കണ്ടല്ലോ, ഒരു പാറയിൽ ഒരു വിത്ത് വിത്തുണ്ടായി, അതിന്നൊരു ചെടി ഉണ്ടായിരിക്കുന്നു. അപ്പം പാറ എന്ന് വെച്ചാൽ അത്രയും കഠിനമായ ഒരു കാര്യമാണ്. അതിനുള്ളിൽ നിന്നും ഒരു വിത്ത് വളർന്ന ഒരു ചെടിയായി പോയിട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സാഹചര്യം നമ്മൾ കുറ്റം പറയരുത് ഒരിക്കലും. നമ്മുടെ സാഹചര്യത്തിനെ കുറ്റം പറയുകയേ ചെയ്യരുത്. ഏത് സാഹചര്യത്തിലായാലും നമ്മൾ ധൈര്യപൂർവ്വം ഒരു കാര്യം ചെയ്താൽ നമുക്ക് സക്സസ് ആവും. അത് മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം ധൈര്യപൂർവ്വം ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ സത്യം മറച്ചു വെക്കരുത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സത്യം എന്താണെന്ന് പറയാൻ മടിക്കാതിരിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് പാർട്ടിസിപ്പേഷൻ ആണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമായിരിക്കാം ഇത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട്, ചിലപ്പോൾ പുതിയ ആൾക്കാരുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങളുടെ ഒരു എനർജി ലെവലുമായിട്ട് കണക്റ്റ് ആയ കുറച്ച് ആൾക്കാരുമായിട്ടൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം. കുറേ ആൾക്കാർക്ക് ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അത് നിങ്ങളെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലുള്ളൊരു ഫംഗ്ഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾ പങ്കെടുക്കും എന്നാണ് കാണുന്നത്. ഇതിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. നമ്മൾ ഈ ഒറ്റപ്പെടലിരിക്കുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ഒറ്റപ്പെടലിൽ നിന്നും നമ്മൾ പതിയെ ഒന്ന് പുറത്തു വരിക. നമ്മൾ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് പുറത്തു വരാൻ പറ്റുന്നത്. അപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി നമ്മളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആകുന്ന ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നത്തിങ്നെസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ശരിക്കും ഈ നത്തിങ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ്. നിശബ്ദതയിലിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് അധികം സംസാരമൊന്നുമില്ലാതെ കുറച്ച് സമയമെങ്കിലും ഒരു 1 hour എങ്കിലും വെറുതെ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. അധികം സംസാരിക്കുകയും വേണ്ട. നിങ്ങൾ വേറെ ഒരു ഇതും ഇല്ലാതെ കുറച്ചൊന്ന് ഒറ്റയ്ക്കിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കും. ഒരു ശൂന്യതയിൽ ഇരിക്കണം എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പം നിശബ്ദതയിൽ ഇരുന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടും എന്നാണ് കാണുന്നത്. അപ്പം അത് ചെയ്യാൻ ശ്രമിക്കുക. ബോട്ടം എനർജി വന്നിട്ടുള്ളത് പേഷ്യൻസ് ആണ്. അപ്പം ഇതൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിന് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ഒരു ക്ഷമയോടെ ഇരിക്കുക. നിങ്ങൾ വിതച്ചത് നിങ്ങൾ തന്നെ കൊയ്യും. അപ്പോൾ നിങ്ങൾ എന്താണോ വിതച്ചിട്ടുള്ളത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് വിത്താണ് വിതച്ചത്, സീഡ് എന്താണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും. വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ക്ഷമ വേണം എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് സോൾമേറ്റ്സ് ആണ്. ഇത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുള്ള ഒരാളിനെ ചിലപ്പം കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഇതിൽ നിങ്ങളുടെ ആത്മാവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ, അവർ
നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. അത് നല്ലതായാലും അത് ചിലപ്പം ഇവര് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നും. ഇവർ നമ്മളെ റിജക്റ്റ് ചെയ്യുമ്പം നമ്മുടെ ആത്മാവ് വളരും എന്നുള്ളതാണ്. അപ്പോൾ ഈ സോൾമേറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും അവർ നമ്മളെ സന്തോഷിപ്പിച്ചു കൊടുക്കൊണ്ടിരിക്കണമെന്നില്ല. ഇവർ ട്രിഗർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സോളിന്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റണത്. അപ്പൊ അങ്ങനെ ഒരു ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോൾമേറ്റിനെ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ബ്രീത്താണ്. അപ്പോൾ ഇതില് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ശ്വാസം ഇടാൻ സമയമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഒന്നിനും സമയമില്ല. അപ്പോൾ അത് ജീവിത സാഹചര്യം കൊണ്ടാണ്. പക്ഷേ എന്നാലും അത് നിങ്ങളൊന്ന് ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. ഇത് ബ്രീത്ത് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത്. നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഒരു 1 അവറിൽ ഒരു 3 times എങ്കിലും നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുക. സാവധാനത്തിൽ മാത്രം അല്ലെങ്കിൽ സമാധാനത്തിൽ മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നമ്മളിന്ന് നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ ബോഡി ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ ഹൃദയത്തെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഹൃദയത്തോട് സംസാരിക്കുക, എന്താണ് എനിക്ക് വേണ്ടത് എന്ന് ഹൃദയത്തോട് സംസാരിക്കുക. നമ്മൾ ചോദിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്, മൈ ഡിയർ ഹാർട്ട്, എനിക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുക. എന്നിട്ട് കുറച്ച് നേരം നിശബ്ദമായിട്ടിരുന്നാൽ അതിൻ്റെ ഇമോഷൻസ് പുറത്തു വരും. നമ്മൾ ഒന്ന് ശാന്തമായിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കി നമ്മളെ തന്നെ കാണാൻ പറ്റും. അവിടെ ചിലപ്പോൾ ചില ആൾക്കാരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചോര പൊടിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്യണം കേട്ടോ. ഇതൊന്ന് ഹീൽ ചെയ്യാതെ നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോയാൽ നമുക്ക് ഈ ജന്മത്തിൽ അനുഭവിച്ചതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ ഹൃദയത്തോട് സംസാരിക്കുക. നമ്മളുടെ ഹൃദയത്തിന് സന്തോഷമാണോ എന്ന് നമ്മളൊന്ന് ചോദിക്കുക. അവിടെ എന്തെങ്കിലും വേദനകളുണ്ടോ? ഉള്ള വേദനയൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് കളയുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. പിന്നെ ബിറ്റ്വീൻ വേൾഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ ഒരു 2 സിറ്റുവേഷൻ്റെ ഇടയിലാണെന്നാണ് കാണുന്നത്. പഴയത് പൂർണ്ണമായിട്ടും വിട്ടിട്ടുമില്ല, പുതിയതിൽ എന്നാൽ പൂർണ്ണമായിട്ടും എത്തിയിട്ടുമില്ല. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പഴയ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ അത് ഇപ്പോഴും ഉണ്ട്, എന്നാൽ മാറണമെന്ന് വിചാരിച്ച് പുതിയ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല, എന്നാൽ പുതിയതിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയാലും നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ് അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പഴയതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, കാരണം കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾ പഴയതിലുള്ളൂ. ബാക്കി നിങ്ങളൊരു പുതിയ വെർഷൻ ആയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മൾ എപ്പോഴും പുതിയതായിക്കൊണ്ടേ ഇരിക്കണം, നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മളെ ഓൾഡ് ആയിട്ടുള്ള സ്കിൻ ഷെഡ് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ആ ഒരു 2 ലോകങ്ങളുടെ നടുവിലാണ് നിങ്ങളെന്നാണ്. പഴയ ഒരു കാർമേഘമുള്ള അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ആ ഒരു ലോകത്ത് നിന്ന് പുതിയ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ മതി എന്നാണ് കേട്ടോ. നിങ്ങളുടെ വീക്ഷണം മാറാൻ കുറച്ച് സമയം കൂടി മതി എന്നുള്ളതാണ്. ജൂപ്പിറ്ററാണ്. അപ്പം ഇത് വീണ്ടും അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അബണ്ടൻസ് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് കാണുന്നത്. എല്ലാവരും മെസ്സേജ് അയക്കണം കേട്ടോ നിങ്ങൾക്ക് അബണ്ടൻസ് വന്നിട്ടുണ്ടെങ്കിൽ. കാരണം 2 കാർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നല്ലോ. അപ്പം തീർച്ചയായിട്ടും അത് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ ഒരു അനുഗ്രഹം ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് എന്തായാലും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളൊരു ദിവസമാണ്. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കഴിവുകൾ ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് ആ കഴിവൊന്ന് പുറത്തു കൊണ്ടുവരിക. പിന്നെ പ്രോഗ്രഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ യാത്രയാണ്. അപ്പം ഇതിൽ നമ്മൾ ചെറിയ ചെറിയ ചുവടുകളാണ് വലിയ യാത്ര ഉണ്ടാക്കുന്നത്, വലിയ യാത്രയെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു യാത്ര പോകാനുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു ചുവടുവയ്പ് പോലും വലിയൊരു കാര്യം ഉണ്ടാക്കാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പുരോഗതി എപ്പോഴും ഇപ്പം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ പുരോഗതി ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തു അവർ അത്രയും വലുതാണ്, അവർക്ക് അങ്ങനെയുള്ള അത്രയും കാര്യങ്ങളുണ്ട്, എനിക്കില്ല. നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്, സ്വതന്ത്രരാണ്. അപ്പം നമ്മൾ ഒരാളിനെയും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല.
അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു യാത്ര ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കാം എന്നാണ് കാണുന്നത്. ഇതിൽ സാജിറ്റേറിയസ് ആണ്. അപ്പോൾ ധനുരാശിയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു ആത്മീയയാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. സത്യം അന്വേഷിക്കാനുള്ള ഒരു യാത്രയാണത്. പുതിയ അറിവ് നിങ്ങൾ വികസിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പുതിയ അറിവ് നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ സോൾ പർപ്പസ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കാനാണ് പോകണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ തിരിച്ചറിവ് ഇന്നത്തെ ദിവസം വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഭഗവാൻ പറയണത് നീ കുറവിൽ ജീവിക്കേണ്ട ആളല്ല, ഉയരത്തിൽ ജീവിക്കേണ്ട, എല്ലാ സമൃദ്ധിയിലും ജീവിക്കാനുള്ള ഒരാളാണ് എന്നുള്ളതാണ്. പഴയ പ്രശ്നങ്ങളും പരിമിതികളും ഒക്കെ വിട്ട് കളഞ്ഞ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ അബണ്ടൻസിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വീകരിക്കുക. അബണ്ടൻസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.